വെളിനേഴിയിൽ സിപിഎമ്മും സിപിഐയും നേർക്കുനേർ. കുടിവെള്ള പ്രശ്നത്തിലാണ് ഇപ്പോൾ സിപിഎം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സിപിഐ പ്രത്യക്ഷ സമരത്തിലുള്ളത്. പഞ്ചായത്തിൽ LDF സംവിധാനമില്ലെന്ന് സിപിഐയും സിപിഐയെ കാര്യമാക്കേണ്ടതില്ലെന്ന് സിപിഎം നേതാക്കളും പ്രതികരിച്ചു. സിപിഎം ഭരിക്കുന്ന വെള്ളിനേഴി പഞ്ചായത്തിലാണ് സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള ശീതസമരം തുടരുന്നത്. പഞ്ചായത്ത് അധികൃതർ കുടിവെള്ള വിതരണത്തിന് പോലും തയ്യാറാകുന്നില്ലെന്ന പരാതിയുമായി സിപിഐ വെള്ളിനേഴി ലോക്കൽ സെക്രട്ടറി ആലങ്കുണ്ടിൽ രാധാകൃഷ്ണനാണ് പഞ്ചായത്തിനെതിരെ നിലപാടെടുക്കുന്നത്. പിന്നെ സിപിഎമ്മും സിപിഐയും കൂടി ഇവിടെ പ്രത്യേകിച്ചുള്ള ഒരു സംഘർഷമോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഇവിടെ ഇല്ല. പക്ഷേ സിപിഎമ്മും സിപിഐയും കൂടി ഇവിടെ LDF എന്നുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിത് തുറന്നു പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഞങ്ങൾക്ക് ഉള്ളിലിരുന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയില്ല. ഷൊർണൂർ LDFന്റെ യോഗങ്ങൾ കൂടുമ്പോഴൊക്കെ ഞങ്ങൾ ഈ വിഷയം ജില്ലാടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിനെ രക്ഷിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വെള്ളിനേഴി, കാന്തല്ലൂർ, വടക്കൻ വെള്ളിനേഴി, ആലുംകുണ്ട് വാർഡുകളിലാണ് കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികളുടെ പരാതിയുള്ളത്. പ്രശ്നപരിഹാരത്തിന് പഞ്ചായത്തിനെ സമീപിക്കുന്നുണ്ടെങ്കിലും വർഷങ്ങളായി പരിഹാരം കാണുന്നില്ലെന്നാണ് പരാതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, LDF എന്നൊരു സംവിധാനം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലില്ല. ഞാൻ നിരന്തരം ഇത് മറ്റുള്ള നേതാക്കന്മാര്, ജില്ലാ നേതാക്കന്മാര് LDFന്റെ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയിലും ഇതൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞാനായിരുന്നു മാമ്മിക്കുട്ടിക്ക് പൈലറ്റ് വാഹനത്തിൽ പ്രസംഗിക്കാൻ ഞാനായിരുന്നു. ഞാൻ വെള്ളിനേഴി വരെ എത്തുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വെള്ളിനേഴി എത്തിയപ്പോൾ ഇവർ പരക്കം പായൽ തുടങ്ങി. സിപിഐ നേതാക്കൾ നേരിട്ട് കുടിവെള്ളം എത്തിച്ചു നൽകിയാണ് പരിഹാരം കാണുന്നതെന്നും പറയുന്നു. ഇതിനു പുറമെ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ അർഹിക്കുന്ന പ്രാധാന്യം സിപിഐക്ക് നൽകുന്നില്ലെന്ന പരാതിയും പ്രാദേശിക നേതാക്കൾക്കുണ്ട്. മുന്നണി മര്യാദയുടെ ഭാഗമായി ലഭിക്കേണ്ട പരിഗണന പോലും സിപിഐക്ക് ലഭിക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്തിൽ BJP, കോൺഗ്രസ്, CPM കൂട്ടുഭരണമാണെന്നും സിപിഐ ആരോപണം ഉന്നയിച്ചു. CPI വെള്ളിനേഴി പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു 13 വർഷമായിട്ടുള്ളൂ CPI ഇവിടെ വെള്ളിനേഴി പഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് ഈ നേരം വരെ ഞങ്ങൾ തരക്കേടില്ലാതെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അത് CPM-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും BJP-ക്കാണെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 10ഓളം കുടുംബങ്ങൾ CPI-ൽ ചേർന്നു. അത് കോൺഗ്രസ് നിന്നും CPM നിന്നാണ് ആളുകൾ വന്നത്. അതൊരു അസ്വസ്ഥത അവർക്ക് ഉണ്ട്. അപ്പോൾ അവരാ ഭാഗത്തുനിന്ന് ആളുകൾ വന്നിട്ടാണല്ലോ CPI-ലേക്ക് വരുന്നത്. അപ്പോൾ CPI വളരുന്നതും അതുകൊണ്ടാണെന്നുള്ളൊരു ധാരണ അവർക്ക് മൂന്ന് പാർട്ടിക്ക് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവരൊരു കുറുക്കൂട്ട് മുന്നണി ബന്ധമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതിപ്പോ ഞങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെ കൂടെ ആളുകൾ വരുമല്ലോ. അതിനിപ്പോ അവർ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അതേസമയം പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തേക്കും കുടിവെള്ളം എത്തിക്കുന്നുണ്ടെന്ന് CPM ലോക്കൽ സെക്രട്ടറി KV കുമാരൻ പറഞ്ഞു. പുതിയ കുടിവെള്ള പദ്ധതിയും പരിഗണനയിലുണ്ട്. CPIയുടെ പരാതിക്ക് അതിനുള്ള പ്രാധാന്യമേ നൽകേണ്ടതുള്ളൂ എന്നുമാണ് CPM നേതാക്കളുടെ നിലപാട്. അതേ അവസരത്തിൽ ഇവിടെ സംബന്ധിച്ച് ഇവിടെ അവർ പൊതുവെ ഒരു മുന്നണി സംവിധാനത്തിന് ചേരുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളല്ല ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഈ കാര്യത്തെ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഞങ്ങളതിനെ അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണ്. കാരണം ഇവിടെ ഇപ്പോൾ അവർ കൊണ്ടുവരുന്ന മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും കൃത്യമായി പഠിച്ചിട്ടോ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒരു മുന്നണിക്കകത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണോ ചെയ്യണില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പാർട്ടി നേതൃത്വം തന്നെ അത്തരത്തിലെ കാര്യത്തിനോടൊന്നും പ്രതികരിക്കാറില്ല. ഞങ്ങൾക്ക് അതിനോടൊട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങളതിനെ അങ്ങനെ അത്ര ഗൗരവത്തിൽ ഞങ്ങൾ അതിനെ കാര്യമല്ലോ. മുന്നണി സംവിധാനത്തോടെ നീതി പുലർത്താതെയുള്ള CPIയുടെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും KV കുമാരൻ പറഞ്ഞു. നമ്മളവരെ മാറ്റി നിർത്തേണ്ട പ്രശ്നമേ വരുന്നില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം സംസ്ഥാന അടിസ്ഥാനത്തിൽ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ഈ പുതിയ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും അതിൻ്റെ യോജിപ്പും മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ അതിന് അനുസൃതമായി അവരിതിൻ്റെ ഒപ്പം നിൽക്കേണ്ടവരല്ലേ. അവരതിൻ്റെ ഒപ്പം നിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അത് അല്ല എന്നുള്ള അഭിപ്രായമാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം അവർ അങ്ങനെയുള്ള പ്രവർത്തനം അവർ ചെയ്യുന്നില്ല. മുന്നണി എന്ന് പറഞ്ഞാൽ അവരെന്താ വിചാരിച്ചത്? അവർ വിചാരിക്കുന്നത് പോലെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യലല്ലോ. ഒരു മുന്നണി സംവിധാനത്തിൻ്റെ അകത്ത് നിന്ന് കൃത്യമായി പ്രവർത്തിക്കുകയും ആ മുന്നണി സംവിധാനത്തിന് ശക്തി പകരാൻ രാജ്യത്തുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന് ബദലായി നമ്മൾ നിൽക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തിൻ്റെ ഒരു ഭാഗമാണ് CPI. ആ CPI ആ രീതിയിൽ ആവാനുള്ള പ്രവർത്തനം. പക്ഷെ അതൊക്കെ അപൂർവം ചില ആളുകൾ താല്പര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത്തരത്തിൽ താല്പര്യം കൊണ്ടല്ലാണ്ട് ഞങ്ങളാരെയും ഇതിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞ ഒരു ഏർപ്പാട് ഞങ്ങൾ ചെയ്യാറില്ല. ഇത് നമ്മളെ ബോധപൂർവം നമ്മളെ മോശപ്പെടുത്താൻ, ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പരിപാടി. അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇല്ലയെന്നൊക്കെ അവർക്ക് അറിയാം. അവർക്ക് പങ്കില്ല എന്നുള്ളതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സങ്കടപ്പെട്ടിട്ടെങ്കിലും ഒന്ന് 4 ആളുകൾ ശ്രദ്ധിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിതിന് മറുപടി കൊടുക്കാറില്ല. കാരണം എന്താ സംഗതി, അങ്ങനെ മറുപടി അർഹിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് അർഹിക്കാനുള്ള ഒരു ഗൗരവമൊന്നും
ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളത് അന്ന് പിന്നെ ഈ ജനങ്ങളെ ഈ പ്രദേശത്തോ അതുകൊണ്ടാണല്ലോ ഇവർ പറഞ്ഞ 40 കൊല്ലമായിട്ട് CPM ഇവിടെ ഭരിക്കണത്. എന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഇംഗിതത്തിനനുസരിച്ചിട്ട് കേരളത്തിലെ പിന്നെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ CPM ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കാനും അതിനാവശ്യമായിട്ടുള്ള പിന്തുണയും ജനങ്ങൾ തന്നിട്ടാണെന്ന്. വർഷങ്ങളായി നിലനിൽക്കുന്ന മുന്നണിയിലെ ഭിന്നത പരിഹരിക്കുന്നില്ലെന്നും പ്രാദേശിക നേതാക്കൾക്കിടയിൽ പരാതിയുണ്ട്. CCN ചെർപ്പുളശ്ശേരി.